എത്തിയ അതിഥികള് കുറച്ച് സ്പെഷ്യലാണ്. ആതിര പാട്ടും അതുപോലെ തന്നെ കലാപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അത്തരത്തിലൊരു പ്രകടനം കാഴ്ചവെക്കാനില്ല. നമ്മുടെ കലോത്സവ വേദിയിൽ ഏറ്റവും വലിയ ലഹരി എന്താ രേണുക? കലയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഒരു ലഹരിയാണ്. കല ഒരു ലഹരിയാണ്. കല തന്നെയാണ് ലഹരി. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ടീമിനെ തന്നെ വിളിക്കുകയാണ്. ആദ്യം നിങ്ങൾ ആരാണ്, എന്താണ് ഒന്ന് പരിചയപ്പെടുത്താം? എൻ്റെ പേര് സജ്ജാദ് വടകര എന്നാണ്. ഞാൻ മാപ്പിളകല പരിശീലകരാണ്. 16 വർഷമായിട്ട് മാപ്പിളകല രംഗത്ത് പരിശീലകൻ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിന്റെ അർത്ഥം? ഞങ്ങൾ ഈ വർഷം 100 കുട്ടികളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ദഫ്മുട്ട്, അറബനമുട്ട്, വട്ടപ്പാട്ട് എന്നുള്ള 3 ഐറ്റങ്ങളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട്. ഞങ്ങളെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഡോക്ടർ കോയക്കാപ്പാടാണ്. അപ്പം നമ്മൾ ഒരു സോഷ്യൽ മെസ്സേജ്, അതായത് നിങ്ങളെ കുട്ടികൾ ഒരു കലയാവട്ടെ നമ്മുടെ ലഹരി, അതായത് ലഹരിക്കെതിരെ നിങ്ങളെ കലയെ ഇഷ്ടപ്പെടുക, ലഹരിയിൽ നിന്ന് മാറുക എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ആ ഒരു മെസ്സേജ് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ, എൻ്റെ കൂടെയുള്ള പരിശീലകരാണ് അവർ ഒരുമിച്ച് നമ്മൾ ഈ ഒരു കലോത്സവ നഗരിയിലേക്ക് എത്തിപ്പെട്ടു. കലോത്സവം പോലൊരു വേദിയിൽ ഇത്തരത്തിലൊരു മെസ്സേജുമായിട്ട് വരുമ്പോൾ അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പം നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഞങ്ങൾ മെയിനായിട്ട് എല്ലാവർക്കും ഈ നോട്ടീസ് പ്രത്യേകം കൊടുത്തിട്ട് ഞങ്ങൾ അതായത് ഞങ്ങൾ 100 പേരും റെഡി, നിങ്ങളോ? കലയാകട്ടെ നമ്മുടെ ലഹരി എന്നുള്ളതാണ്. അവർ 100 പേരും അവർക്ക് കലയാണ് ലഹരി, ബാക്കിയുള്ളവരോട് അവർ ചോദിക്കുകയാണ് അല്ലേ? ലഹരിക്കെതിരെ നിങ്ങൾ, അതായത് ഒരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി കലയോ പിന്നെ കായികമോ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയിൽ നിന്ന് മാറിയേക്കാം. നമ്മൾ നോർമലി ഒരു കുട്ടികൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോഴാണ് കുട്ടികളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. അവരൊരു ക്രേസ് കല അല്ലെങ്കിൽ കായികം എന്നൊരു രീതിയിലേക്ക് നമ്മളെ രക്ഷിതാക്കളും നമ്മളെ സമൂഹം അവരെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സൊസൈറ്റിയിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഷയം ലഹരിയാണ്. അതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വലിയ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് അവർ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് ഫുൾ സക്സസ്ഫുൾ ആവട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് മാത്രമല്ല എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ്. കലയാണ് ലഹരി എന്നുള്ളതാണ്, മറ്റ് ലഹരികൾ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നിയമസഭാ പുസ്തകോത്സവം ആരംഭിച്ചു, വായനയാണ് ലഹരി, അതാണ് നമ്മുടെ ആപ്തവാക്യം. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിങ്ങളിത് തുടർന്നു പോട്ടെ. നിങ്ങളുടെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു പരിപാടി അത് പൂർണ്ണ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, തീർച്ചയായും. താങ്ക് യു. അതോടൊപ്പം തന്നെ ആതിര, പോകരുത്